ഇന്നെൻ്റെ കരളിലെ പൊന്നണി പാടത്തൊരു പുന്നാര പനന്തത്ത പറന്നു വന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. ഇതുവരെ പോയിട്ടില്ല ടൂറൊന്നും? ബീച്ചിലൊക്കെ കുട്ടികളെ കൂടെ എപ്പോഴെങ്കിലും ഒക്കെ വരും. പക്ഷെ ഇതുപോലത്തെ സന്തോഷം ഉണ്ടാവില്ലല്ലോ. അടിപൊളിയാണ്. അടിപൊളിയായിട്ട് ഞങ്ങളൊരു പകൽ തറവാടാണ്. പകൽ വീടല്ല, പകൽ തറവാട്. നമ്മൾ ഈ KSRTC ബസ്സുകളെ എപ്പോഴും ആനവണ്ടി ആനവണ്ടി എന്നൊക്കെ വിളിക്കാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ആനന്ദ വണ്ടിയിലാണ്. ഇത് കോഴിക്കോട് കോർപ്പറേഷനാണ് ഈ ബസ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. ഈ ബസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എനിക്കൊപ്പം കുറേ അമ്മമാരും അച്ഛന്മാരുമാണുള്ളത്. ഇവർ ഒരു ഉല്ലാസയാത്രയ്ക്ക് വേണ്ടിയാണ് ഈ ബസ്സിൽ കയറിയിട്ടുള്ളത്. വലിയ സന്തോഷത്തിലാണ് ഇവരൊക്കെ ഉള്ളത്. ഇവരുടെ ഒരു റിട്ടയർമെൻറ്റ് കാലം അത് സന്തോഷമാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഈ ബസ്സിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു ദിവസം ഇവർ കോഴിക്കോടിൻ്റെ എല്ലാ ഭാഗങ്ങളും കണ്ട് ആഘോഷിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള തീരുമാനത്തിലാണ്. നമുക്ക് ഇവരോടൊക്കെ ഒന്ന് ചോദിക്കാം. ആഘോഷിക്കാൻ തീരുമാനിച്ചത് തന്നെയാണ്. ഇങ്ങനത്തെ ഒരു യാത്ര നമുക്ക് നമ്മളെ പ്രായത്തിനനുസരിച്ച് കിട്ടിയത് തന്നെ വലിയൊരു ഉപകാരമാണ്. കാരണം നമ്മളൊന്നും ഇങ്ങനെ പോകലില്ല, എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പോകുള്ളൂ. എന്നാലും ഇപ്പം പകൽ വീട്ടിൽ പോയതിൻ്റെ ശേഷം നമ്മൾക്കൊന്ന് ഉഷാറായി എല്ലാ സ്ഥലവും കണ്ട് ആസ്വദിച്ച് അടിച്ചു പൊളിക്കാനാണോ? ഓ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. ഇതുവരെ പോയിട്ടില്ല ടൂറൊന്നും? ബീച്ചിലൊക്കെ കുട്ടികളെ കൂടെ എപ്പോഴെങ്കിലും ഒക്കെ വരും. പക്ഷെ ഇതുപോലത്തെ സന്തോഷം ഉണ്ടാവില്ലല്ലോ. എല്ലാവരും നമ്മളെ പോലെയുള്ള പ്രായക്കാരാകുമ്പോൾ കൂടുതലൊരു ഇതുണ്ടാകുമല്ലോ. എല്ലാവരും ഫ്രണ്ട്സ് ആണോ? ഓ, സന്തോഷം. എങ്ങനെ അമ്മമാരെ സന്തോഷത്തിലാണോ? അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചാ? അതെ അതെ. പണ്ടൊക്കെ ടൂർ പോകാറുണ്ടോ അങ്ങനെ? അപ്പൊ ഈ കിട്ടിയ ചാൻസ് നമ്മൾ അടിച്ചു പൊളിക്കും. അതെ. ഇത് ഒരമ്മ പാട്ടൊക്കെ പാടി ഒരു വലിയ സന്തോഷത്തിലാണ്. പാട്ടൊക്കെ പാടി ആഘോഷമാക്കാൻ ഇതുവരെ. അപ്പൊ ടൂർ അടിച്ചു പൊളിക്കാൻ അമ്മ എനിക്കൊരു പാട്ട് പാടി തരുമോ? അമ്മയ്ക്ക് ഇഷ്ടമുള്ള പാട്ട് പാടിക്കോ. ഇന്നെൻ്റെ കരളിലെ പൊന്നണി പാടത്തൊരു പുന്നാര പനന്തത്ത പറന്നു വന്നു. പാടാത്ത പാട്ടില്ല, പറയാത്ത കഥയില്ല, ഊടെ കുഴലും കൊണ്ടോടി വന്നു. എൻ്റെ മുമ്പിലോടി വന്നു. പോരെ? ഇതാ ഈ അമ്മ പാട്ട് പാടിയാ തോറ്റു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അടിപൊളി പാടണ്ടേ? ഒന്ന് പാടിക്കേ. കായലരികത്ത് വളകിലൂക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. അന്നിലാലന്റെ കരളിലുരുളിയിലെണ്ണ കാച്ചിയ പമ്പരം കലിപിലറിഞ്ഞപ്പോൾ ഇന്ന് നമ്മുടെ കയറ് പൊട്ടിയ പമ്പരം. പേരിൽ നിന്ന് വളർന്നു പൊന്തിയ കൂറിൽ നിന്നുടെ കയ്യിനായി ചോറ് വെച്ചത് തിന്നുവാൻ കൊതിയുണ്ടേത് ചൊല്ലിനാൻ. അമ്പഴുന്നിന്റെ പിരിക കൊടിയുടെ അമ്പ് കൊണ്ടു ഞരമ്പുകൾ കൊമ്പടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ വളഞ്ഞുപോയി. അടിപൊളി അടിപൊളി. അമ്മമാരുടെ വിശേഷമൊക്കെ അറിഞ്ഞു. അച്ഛന്മാർക്ക് എങ്ങനെയാ ടൂർ അടിച്ചു പൊളിക്കാൻ തീരുമാനം? അടിപൊളിയാണ്. അടിപൊളിയായിട്ട് ഞങ്ങളൊരു പകൽ തറവാടാണ്. പകൽ വീടല്ല, പകൽ തറവാട്. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ചെറുപ്പത്തിലൊക്കെ ടൂറൊക്കെ പോയി തകർത്തിട്ടുണ്ടോ? അടിപൊളിയായിട്ട് ഇനിയും നമ്മൾ കിട്ടിയ ചാൻസ് ഉഷാറാക്കി ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോയി. പകൽ വീട് ഞങ്ങളുടെ ഒരു ഇതാണ്. അവിടെ ഹണി എന്ന് പറഞ്ഞ ഞങ്ങളൊരു കെയർ ടേക്കറുണ്ട്. ഞങ്ങളുടെ പാചകം ചെയ്യാൻ വേണ്ടി ഒരു മിനി എന്ന് പറഞ്ഞിട്ട് ഒരു രജിയുണ്ട്. എല്ലാവരും ഞങ്ങളോട് സഹകരിച്ച് സന്തോഷമായിട്ട് ഞങ്ങൾ ഈ വയസ്സുകാലത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നും ഇതുപോലെ ആവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അതാണ് എല്ലാവരുടെയും സന്തോഷം നമ്മൾ കണ്ടു. വലിയ ആഘോഷത്തിലാണ് അവർ ഇന്നത്തെ ഒരു ദിവസം മുഴുവനും അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കോഴിക്കോട് കാപ്പാടിലേക്കാണ് ഈ ബസ് ആദ്യം പോകുന്നത്. അതിനുശേഷം തിരിച്ചെത്തി കടലുണ്ടി പക്ഷി സങ്കേതം കൂടെ കാണും. പിന്നീട് കോഴിക്കോട് നഗരവും ചുറ്റിയാണ് ഈ യാത്ര അവസാനിക്കുക. എല്ലാ വാർഡിൽ നിന്നും എല്ലാ ദിവസവും ഇതുപോലെ യാത്രയുണ്ട്. ഈ ബസ്സിൻ്റെ ആദ്യ യാത്രയിലെ
യാത്രക്കാരാണ് ഈ നമ്മളിപ്പോൾ സംസാരിച്ചവർ. ഇതുപോലെ വരും ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള യാത്രകൾ ഉണ്ടാകും. അടിച്ചു പൊളിച്ചുള്ള യാത്രകളായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാവുക. ക്യാമറ പേഴ്സൺ ഷബീർ കല്ലിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.